സ്വാമി സൂര്യ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമ പരമ്പരയിലാണ്. 4 ലളിതാ സഹസ്രനാമത്തിൻ്റെ 4 പാഠങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 5ാമത്തേതാണ്. അതായത് 11 നാമങ്ങൾ കഴിഞ്ഞു. ഇന്ന് 12, 13, 14, 15 4 നാമങ്ങൾ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ അർത്ഥം, അതെങ്ങനെ ജപിക്കണം, അത് ജപിച്ചാലുള്ള ഫലങ്ങൾ എന്താണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്ധ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക. 11 നാമങ്ങൾ ഇന്ന്. നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല. ദേവിയുടെ ദേഹകാന്തി കൊണ്ട്, അത്രയും 1000 സൂര്യൻ്റെ ദേഹകാന്തിയാണ്. ആ ദേഹകാന്തി മൂലം ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശത്തിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. നിജാരുണ പ്രഭാപൂര മഞ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. അതിന് ഓം എന്ന് ചേർത്തിയും പറയാം. ഓം നിജാരുണ പ്രഭാപൂര മഞ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായൈ നമഃ. അർച്ചനയെല്ലാം ചെയ്യുമ്പോൾ, അതായത് ഭഗവത് സേവ നമ്മൾ ലളിതാ സഹസ്രനാമം കൊണ്ടാണ് ചെയ്യുന്നത്. ലളിതാ സഹസ്രനാമം കൊണ്ട് ഭഗവത് സേവ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ രീതിയിൽ പറഞ്ഞ് പൂ കൊണ്ട് അർച്ചിക്കണം. ഓം ഇത് പറഞ്ഞിട്ട് ഓം നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായൈ നമഃ. പൂ കൊണ്ട് അർച്ചന ചെയ്യണം, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട്. ഇതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തി പറയുകയാണെങ്കിൽ, ബീജാക്ഷരങ്ങൾ ചേർത്തി പറയുമ്പോൾ നമുക്ക് കൂടുതൽ ബലസിദ്ധി ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഓം ശ്രീം ഹ്രീം നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ശ്രീലളിതാംബികാദേവ്യേ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ശരീരകാന്തി കൊണ്ട് പ്രകാശത്തിൽ മുക്കിക്കളഞ്ഞ ലളിതാംബികാദേവിയെ ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ പൂജിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജാം. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജാം. കജ എന്ന് പറഞ്ഞാൽ ദേവിയുടെ കേശഭാരം. ലസത് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. കേശഭാരത്തെ അലങ്കരിച്ചിരിക്കുന്നു. ചമ്പകം, അശോകം, പുന്നാഗം തുടങ്ങിയ സുഗന്ധ പുഷ്പങ്ങളാൽ ദേവി തൻ്റെ കേശഭാരത്തെ അലങ്കരിച്ചിരിക്കുന്നു. അതാണ് ഈ ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കജ. ഓം ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കജായൈ നമഃ. ഓം ശ്രീം ഹ്രീം ചേർത്തി പറയുന്നവർ അങ്ങനെയും പറയാം. അടുത്തത് കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിതാം. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിതാം. കുരുവിന്ദമണിശ്രേണി. ശ്രേണി എന്ന് പറഞ്ഞാൽ കുറേ അധികം മാണിക്യക്കല്ലുകൾ. കുരുവിന്ദമണി മാണിക്യക്കല്ലുകൾ കൊണ്ട് പതിപ്പിച്ച കിരീടത്തെ ധരിച്ച ദേവി. ഓം കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിതായൈ നമഃ. അടുത്തത് അതിന് ഇതേപോലെ ഓം ശ്രീം ഹ്രീം ചേർത്തി പറഞ്ഞാൽ ബലസിദ്ധി കൂടുതലുണ്ടാവും. താല്പര്യമുള്ളവൾ അങ്ങനെയും പറയാം. അടുത്ത നാമം അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിത. അളികസ്ഥലശോഭിത.
അളികം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. അഷ്ടമി ചന്ദ്ര വിഭ്രാജ അളികസ്ഥല ശോഭിത. ചേർത്തി പറയുമ്പോൾ വിഭ്രാജ ദളികസ്ഥല ശോഭിത എന്ന് വരും. അപ്പോൾ അഷ്ടമി ചന്ദ്രൻ, 8ാമത്തെ ദിവസത്തെ അർദ്ധചന്ദ്രൻ്റെ രൂപത്തിലുള്ള പ്രകാശമുള്ള നെറ്റിത്തടത്തോടു കൂടിയവൾ, അങ്ങനെ നെറ്റിത്തടം കൊണ്ട് ശോഭിക്കുന്നവർ, അതാണ് ഇതിൻ്റെ അർത്ഥം. അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. അർദ്ധവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ പോലെയുള്ള നെറ്റിത്തടത്തും കൊണ്ട് ശോഭിക്കുന്ന ദേവി. ഓം അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിതായൈ നമഃ. ലളിതാ സഹസ്രനാമം വളരെ വളരെ വളരെയധികം വാല്യുബിളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ദിവസം പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബലസിദ്ധി ഉണ്ടാവും. അപ്പോൾ ദേവിയുടെ രൂപത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ഇപ്പോൾ പറയുന്ന ഈ 11 നാമങ്ങളിലുള്ള ദേവിയുടെ രൂപത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ചുകൊണ്ട് പൂജ ചെയ്യണം. ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ധ്യാനത്തിലൂടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ധ്യാന സമ്പ്രദായമാണ് ഞങ്ങൾ നിത്യവും കൊണ്ടുവന്നിരിക്കുന്നത്. 5:45 മുതൽ 6:20 വരെ. അതിൽ ലളിതാ സഹസ്രനാമം പ്രധാനമായൊരു ഘടകമാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഫോണിലൂടെ മൊബൈലിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് തരാം. 20, 15, 35 മിനിറ്റേ ഉള്ളൂ. അല്ല 35 മിനിറ്റ് വരാൻ പറ്റാത്തവർ 6 മുതൽ 6:20 വരെ വരികയും ചെയ്യാം. 20 മിനിറ്റ് മാത്രം നാമജപത്തോടു കൂടിയുള്ള ധ്യാനം, നവഗ്രഹ മന്ത്രത്തോടു കൂടിയുള്ള ധ്യാനം ജീവിതത്തിൽ എല്ലാ തുറകളിലും വിജയം കൈവരിക്കാൻ ഉതകുന്ന ഒരു ദാനസമ്പ്രദായമാണ് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും 2 പേരും കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് അതായത് ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു കമ്പൈൻഡ് 2 പേരും കൂടി ലീഡ് ചെയ്യുന്ന ധ്യാനസമ്പ്രദായം. അതേമാതിരി ഇതും ഈ യൂട്യൂബ് ചാനലും എൻ്റെ വൈഫാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ദിവ്യനാമങ്ങൾ എത്രത്തോളം ആളുകളിൽ എത്തിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളോട് കോഓപ്പറേറ്റ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം ഇതിനെ നിങ്ങൾ ഷെയർ ചെയ്യണം. ദയവ് ചെയ്ത് ഇതിനെ പോപ്പുലറൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ചുമതലയാണ്, ഞങ്ങളുടെ അല്ല. ഞങ്ങൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചുമതല കഴിഞ്ഞു. പിന്നെ ദേവി ധ്യാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ദേവിയോട് നിത്യം പ്രാർത്ഥിക്കുന്നത് അതാണ്. ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ദേവി അനുഗ്രഹിക്കണമേ എന്നാണ്. അതിന് നിങ്ങൾ പോലെയുള്ള വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും ആക്റ്റീവ് കോഓപ്പറേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് us. താങ്ക് യു.